അതെല്ലാം 3 ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള വണ്ടികൾ മാത്രമായിരിക്കും. അതിൻ്റെ മേലെ വില വരുന്ന ഒരു വണ്ടി പോലും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. എന്തായാലും 1 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. പരമാവധി ചെയ്തു തരാൻ പറ്റുന്ന പോലെ ചെയ്തു തരും അല്ലേ? ഓക്കെ. അപ്പോൾ 12 മോഡൽ ഒരു വാഗണർ 1 രൂപ പോലും കയ്യിൽ നിന്ന് മുടക്കാൻ താല്പര്യം ഇല്ലാണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നേരെ കാർക്കാർഡിലേക്ക് പോകുന്നുള്ളൂ. 295 13 മോഡൽ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഡീസൽ വണ്ടി വെറും 38,000 കിലോമീറ്റർ ഓടി. ഇത് ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് വന്നോളൂ, ഫുൾ ലോണും കിട്ടും കേട്ടോ. ഓക്കെ. 3,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാം. കമ്പാരിറ്റീവ്ലി വില കുറവ് തന്നെയാണ്. പിന്നെ CVT ഓട്ടോമാറ്റിക്കും കൂടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് നോക്കിക്കോളൂ. 1,95,000 രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. മാക്സിമം ഈ പ്രൈസിൽ ഇനിയും കുറയും. ഫുൾ ലോണും കിട്ടും. 99,000 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കും. 99,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം. 27 വരെ പേപ്പർ ഉണ്ടാവും അല്ലേ? 50,000 രൂപയ്ക്ക് നാനോ കിട്ടും. ഇതേതാ മോഡൽ? 2011 മോഡൽ വാഗണർ. 2015 മോഡൽ VXI വണ്ടിയാണ്. 15 VXI 2078 നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആണ്. മാക്സിമം കുറച്ച് തരും കേട്ടോ. പെരുന്നാളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിക്കാൻ വേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 20+ വണ്ടികൾ ഞാൻ കാണിച്ചു തരാം. അതെല്ലാം 3 ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള വണ്ടികൾ മാത്രമായിരിക്കും. അതിൻ്റെ മേലെ വില വരുന്ന ഒരു വണ്ടി പോലും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഒരു 3 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ ഒരു വീഡിയോ മിസ് ചെയ്യരുത്. ഞാനെന്നുള്ളത് നമ്മുടെ കാർക്കാർഡിലാണ് കേട്ടോ. അതായത് ഇവരിപ്പോൾ നിലവിലൊരു മേള നടത്തുന്നുണ്ട്. പെരുന്നാൾ വരെയുള്ള ഒരു മേള നടത്തുന്നുണ്ട്. ആ മേളയിലാണ് ഇത്രയധികം വണ്ടികൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാം. കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലേൻ്റെയും കൂടി നടുവിൽ, അതായത് ബോർഡറിലായിട്ട് പുളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് നമ്മുടെ എയർപോർട്ടൊക്കെ എത്തുന്ന, കാലിക്കറ്റ് എയർപോർട്ട് എത്തുന്നതിൻ്റെ ഒരു 3 കിലോമീറ്റർ മുമ്പായിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് ഈ പെരുന്നാൾ വരെ ഇവിടുന്ന് എല്ലാ വണ്ടികളും എടുക്കാം. പറയുന്ന പ്രൈസുകൾ എന്ന് പറയുന്നത് അത്രയ്ക്കും കുറച്ചിട്ടാണ് പറയുന്നത്. അപ്പം എന്തായാലും നല്ല വണ്ടികൾ നോക്കുന്ന ഒരാൾ പോലും ഈ ഒരു അവസരം കളയരുത്. സാവിദിക്ക, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. അപ്പോൾ എന്തായാലും സാവിദിക്കയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ ഇത്രയധികം വണ്ടി തരാൻ പോകുന്നത്. കാർക്കാർഡിൽ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കില്ല നമ്മൾ? മാക്സിമം ഫുൾ ലോൺ ചെയ്ത ലോ ബഡ്ജറ്റ് വണ്ടി വരെ. ലോ ബഡ്ജറ്റ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ വണ്ടികളുടെ പ്രൈസൊക്കെ നിങ്ങളൊന്ന് കണ്ടുപോയിക്കോളൂ കേട്ടോ. മറ്റെവിടെയും കിട്ടാത്ത വിലയ്ക്ക് അതും മാക്സിമം ലോണിൽ നിങ്ങൾക്ക് ഇപ്രാവശ്യം വണ്ടി ഇവിടുന്ന് എടുക്കാൻ പറ്റും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ. നല്ലൊരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ഷെയറും ചെയ്തോളൂ. അപ്പോൾ എന്തായാലും വണ്ടികൾ നോക്കുന്ന എല്ലാവർക്കും അതൊരു ഉപകാരമാവും. കാരണം എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടോണമെന്നില്ല. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്ന എല്ലാവരും മാക്സിമം ഒന്ന് കാണാൻ വേണ്ടി ഷെയർ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇവിടെ കാണിക്കാത്ത കുറച്ച് വണ്ടികളുടെ ഒരുപാട് റീല് വരുന്നുണ്ട്. അതായത് ഒരു 5-8 സ്വിഫ്റ്റ് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അത് ഞാൻ റീലായിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം അത് അത്രയും വണ്ടികൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം ആവുന്നുണ്ട്. അപ്പോൾ അതിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ട് കയറി കാണാൻ മറക്കണ്ട. ഇവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. കയറി നോക്കിക്കോളൂ വണ്ടീൻ്റെ അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്പർ മേലെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കാറ്റലോഗ് അടക്കമുള്ള നമ്പർ ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും മിസ് ചെയ്യേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടി വാഗണറാണ്. ഫാമിലി വണ്ടി, ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ്. ഏതാ മോഡൽ? 2012 VXI ആണ് വരുന്നത്. ഇത് 12 ആണല്ലേ? അടിപൊളി. അതായത് 12 മോഡലാന്നൊക്കെ ഇതിൻ്റെ മോഡൽ നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അലോയ് വീൽസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ഓട്ടം എത്രയാണ്? കിലോമീറ്റർ 85 ഓടിയിട്ടുള്ളൂ. 85. നമുക്ക് ഹിസ്റ്ററി എടുത്ത് കൊടുക്കാൻ പറ്റും? ഓക്കെ. VXI ആയതുകൊണ്ട് 4 വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, ബാക്ക് വൈപ്പർ, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ സാധനം വരും അല്ലേ? കാര്യമായ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ലല്ലോ. എല്ലാം പക്ക. എന്താ വില വരുന്നത്? 240 വരുന്നുള്ളൂ. കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2,40,000 രൂപയ്ക്ക് 2012 വണ്ടി മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും. എനിക്ക് തോന്നുന്നു ഫുൾ ലോൺ കയറും അല്ലേ? ഓക്കെ. അപ്പോൾ 12 മോഡൽ ഒരു വാഗണർ 1 രൂപ പോലും കയ്യിൽ നിന്ന് മുടക്കാൻ താല്പര്യം ഇല്ലാണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നേരെ കാർക്കാർഡിലേക്ക് പോകുന്നുള്ളൂ. ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ ഒരു വണ്ടീൻ്റെയൊക്കെ മോഡലും അതേപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും വെച്ചിട്ട് ഇവർ പറയുന്ന ഒരു വില പോലും കൂടുതലാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ വന്നിട്ട് സംസാരിച്ചോളൂ. എത്രത്തോളം കുറച്ച് തരാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് തരും. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഐറ്റൻ 2013 മോഡലാണ്. 13 ഇത് ഡീസലാണ്. ഇത് ഗ്രാൻഡ് ഐറ്റൻ ഡീസലാണ് അല്ലേ? അതായത് ഈ ഒരു ഷേപ്പിലേക്ക് വന്ന വണ്ടികളുടെ ഫസ്റ്റ് വണ്ടിയാണ്. ഇത് ഫുൾ ഓപ്ഷനാ? ഇത് ഫുൾ ഓപ്ഷൻ സ്പോർട്സ് വേരിയന്റ് ആണ് വരുന്നത്. ബട്ടൺ ഷാട്ട് വരുന്നുണ്ട് അല്ലേ? ബട്ടൺ ഷാട്ട് ഒരു സ്പോർട്സ് ഓപ്ഷനിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ബട്ടൺ ഷാട്ട് വരുന്നത്. പക്ഷേ അലോയ് വീലും കാര്യങ്ങളും ഇല്ല. ഈ 3 സിലിണ്ടറിൽ ഡീസൽ വണ്ടി അല്ലേ? നല്ല മൈലേജ് കിട്ടും, അതാണ് ഒരു ഗുണം. ഇത് എത്ര ഓടി ഉണ്ട്? 38,000 ഓടിയുള്ളൂ. അതെങ്ങനെ പറയാൻ പറ്റുക? ഹിസ്റ്ററി എടുത്തോട്ടെ, ഹിസ്റ്ററി എടുത്തോണ്ട് പോന്നോട്ടെ. ഉറപ്പാണ് അതിൽ മീറ്ററിൽ കാണിക്കുന്ന കിലോമീറ്റർ ആണ്. പക്ഷേ ഹിസ്റ്ററി എടുത്തോട്ടെ. ഹിസ്റ്ററി എടുത്തിട്ട് ജെന്യൂൻ ആണെന്ന് നോക്കിയിട്ട് മാത്രം വന്നാൽ മതി അല്ലേ? അതായത് 2013 വെറും 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ വണ്ടി. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. കാരണം ഡീസൽ ഇത്രയും ഓടാത്ത വണ്ടികൾ കിട്ടുന്നത് അത്രയ്ക്കും റെയർ ആണല്ലേ? അതും പ്രൈസ് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ക്ലീൻ വണ്ടി.
വണ്ടി. ലോ കിലോമീറ്റർ ഡീസൽ വണ്ടി 13 മോഡൽ എന്തൊക്കെ പ്രൈസ് വരുന്നത്? ഇത് വരുന്നത് 2.95 വരുന്നുള്ളൂ, കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2.95 13 മോഡൽ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഡീസൽ വണ്ടി വെറും 38,000 കിലോമീറ്റർ ഓടി. ഇത് ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് വന്നോളൂ, ഫുൾ ലോണും കിട്ടും കേട്ടോ. ഇനി ഇതാണെങ്കിലോ 10 മോഡലാണ്. 10 ഇത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. മെയിൻ ഗ്ലാസിന് ഒരു പൊട്ടുണ്ട് കേട്ടോ. അത് 10ന്റെ ഗ്ലാസ് തന്നെയാണ്, അത് മാറാത്തതാണ്, ഒറിജിനൽ ഗ്ലാസ് ആണ്. ഒരു ക്രാക്ക് വീണതാണ്, ഇടിച്ചതൊന്നും അല്ല, കല്ലടിച്ചാന്ന് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ 10 VXI ആണോ? അതെ VXI വണ്ടി. എല്ലാവിധ ഫീച്ചേഴ്സും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരും. കിലോമീറ്ററോ 89,000 ഓടിയിട്ട് 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ കൊടുക്കുക അല്ലേ? അടിപൊളി. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അതായത് നിങ്ങൾക്ക് ഇതിലും കുറഞ്ഞ പൈസക്കൊക്കെ ഇതുപോലത്തെ വണ്ടികൾ കിട്ടുമെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. 2010 വണ്ടി 89,000 ലോ കിലോമീറ്റർ ആണ്. ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത ക്ലീൻ വണ്ടി. മെയിൻ ഗ്ലാസിനൊരു പൊട്ടുണ്ടെന്നേ ഉള്ളൂ. 2 ലക്ഷം രൂപ. അതെ ഫുൾ ഓൺ ഉറപ്പാണോ? മെയിൻ ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ചില്ലറ എന്തെങ്കിലും ഒന്ന് കുറച്ച് കൊടുത്തൂടെ? നോക്കാം. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾക്ക് കുറച്ചും തരും കേട്ടോ. മാറ്റി തരികയാണെങ്കിൽ കുറയില്ല, നെഗോസിയബിൾ സാധാരണ ചെയ്യുന്ന പോലെ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷനിൽ കൊടുക്കുകയാണെങ്കിൽ ആ പൈസ കൊടുക്കാം. ഓക്കെ. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 60% ഉണ്ട്. നോക്കിക്കോളൂ. 2010 വണ്ടി 2 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോണിലെടുക്കാം കേട്ടോ. 3 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ തരാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു CRV, അതും CVT ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി അല്ലേ? ഇത് ഏതാ മോഡൽ? 2007 മോഡലാണ്. 7 അടിപൊളി. പക്ഷേ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി കാണാനായിട്ട്. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കുഴപ്പമൊന്നുമില്ല, തട്ടുമുട്ടലോ ഡെൻഡോ ഒന്നുമില്ല. ടയർ ഭാഗങ്ങളാണെങ്കിൽ ഏകദേശം ഒരു 60% കൂട്ടാം അല്ലേ? ഓട്ടം പറയണോ? ഓട്ടോ 95 ആണ്. 95 അല്ലേ? ഓക്കെ. അത് ഏകദേശം ജെനുവിനായിരിക്കും കേട്ടോ. കാരണം ഇതൊക്കെ മൈലേജ് ലേശം കുറഞ്ഞ ഒരു വണ്ടിയാണ്. ഏകദേശം ഒരു 10 ഉള്ളിൽ പ്രതീക്ഷ മതി, CVT ആയതുകൊണ്ട്. പക്ഷേ അടിപൊളി കംഫർട്ടാണ്, ക്വാളിറ്റിയാണ്. ഇത് ആണല്ലേ? രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ കിലോമീറ്റർ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ആയിട്ട് അതായത് ഒരു പീസ് റീപ്ലേസ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. മേജർ ഒന്നും ഉണ്ടാവില്ലല്ലോ, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതും ലോ ബഡ്ജറ്റിൽ തരാൻ പറ്റുന്ന വലിയൊരു SUV വണ്ടിയാണ്. ഇതെന്താ പ്രൈസ് വരുന്നത്? ഇത് 2.45 വരുന്നത്. 2,45,000 രൂപയ്ക്ക് ഇത്രയും വലിയ ഓട്ടോമാറ്റിക് എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വണ്ടി കിട്ടും. അൾട്ടോയ്ക്ക് കൊടുക്കണം ഈ പൈസ. ഇനി ഇതാണെങ്കിലോ? ഇത് തന്നെ ബോൾട്ട്, അതായത് നമ്മുടെ ടാറ്റ ഇൻഡിക്കേൻ്റെ ഒരു സെക്കൻഡ് ഫേസിലേക്ക് വന്നൊരു വണ്ടി എന്ന് വേണേൽ പറയാം. ഇത് ഡിക്കി ഇല്ലാത്ത ടൈപ്പാണ് അല്ലേ? ബോൾട്ട്. ഓക്കെ. ഇത് ടിഗോറിൽ വരുന്ന സെയിം എഞ്ചിന്. പെട്രോൾ ആണോ? പെട്രോൾ 1.2 ആണ്. ഇത് മോഡൽ ഏതാ? ഇത് വരുന്ന 2015 മോഡലുണ്ട്. 15 ബോൾട്ടിൽ XT ആണ്. XT എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ്. 4 ഡോർ വിൻഡോ വരും. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ വരുള്ളൂ. AC പവർ സ്റ്റിയറിംഗും വരും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ബോഡി ക്വാളിറ്റി ആണ് കേട്ടോ. ഒരു ചെറിയ ഇടിയോ, ചെറിയ നല്ല ഒരു വലിയ ഇടിയാണെങ്കിലും ആള് വടിയാവില്ല, അത് ഉറപ്പാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. മോഡ് വരുന്നുണ്ട്, ഡ്രൈവിംഗ് മോഡ് ഒക്കെ അതൊക്കെ വരുന്നുണ്ട് അല്ലേ? 15 മോഡൽ XT. കിലോമീറ്റർ 39,000 ഓടിയിട്ടുള്ളൂ അല്ലേ? അതൊക്കെ ഏകദേശം ജെനുവിൻ ആയിക്കോട്ടെ. കാരണം പെട്രോൾ വണ്ടി ആയതുകൊണ്ട് അങ്ങനെ ചടഞ്ഞ് ഓടുകയൊന്നുമില്ല. പിന്നെ പ്രൈസ് എത്ര വരുന്നത്? പ്രൈസ് 1.89 ആണ് ചോദിക്കുന്നത്, കുറച്ച് കൊടുക്കാം. 1.89 ഫുൾ 1,89,000 മതിന്. അതെ, അടിപൊളി. ഫുൾ ലോണും ചെയ്യാം. 2015 വണ്ടിയാണ് കേട്ടോ. 1,89,000 രൂപയ്ക്ക് ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത, മെയിൻ ക്ലാസ് പോലും മാറിയിട്ടില്ല കേട്ടോ. നിങ്ങൾ നോക്കിക്കോളൂ. ടയർ ഭാഗങ്ങളും ഫ്രണ്ടിൽ ഏകദേശം ഒരു 80 ഉണ്ട്, ബാക്കിൽ ഒരു 60 ഉണ്ട്. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ 1.89 അല്ലേ? ഇത് ഒരു രക്ഷയില്ലാത്ത പ്രൈസ് ആണ്. ഇത് മിസ് ചെയ്യണ്ട. ഇനി വാഗണർ ആണെങ്കിലോ? അല്ല സോറി, സാൻഡ്രോ ആണെങ്കിലോ? 2009 സാൻഡ്രോ ആണ്. 1.25 ഓടിയിട്ടുണ്ട്. പെട്രോൾ വണ്ടി. അതെ. 2 ഡോർ വിൻഡോ വരുമോ? വിൻഡോസ് ഉണ്ട്. 2 ഡോർ പവർ വിൻഡോ വരും. അതുപോലെ തന്നെ കാര്യമായ 2 ഡോർ വിൻഡോ ഇല്ല കേട്ടോ. ഇത് SL മറ്റേ സാധനമാണ്, നോർമലാണ്. മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല, ബോണറ്റും മാറിയിട്ടില്ല. AC പവർ സ്റ്റിയറിംഗ് വരും, എന്തായാലും വരും. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 60-70% ഉണ്ട്. നല്ല വൃത്തിയുണ്ട് വണ്ടി. 2009 വണ്ടി. പേപ്പർ ഈ വർഷത്തിൽ തീരൂലേ? അതെ, ലാസ്റ്റ് വരെ ഉണ്ട്. എന്താ വില വരുന്നത്? 92,000 വരുന്നുള്ളൂ. 92 രൂപയ്ക്ക് കൊടുക്കാം. 92,000 രൂപയ്ക്ക് ഈ വണ്ടി എടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 5,000 രൂപ മാക്സിമം ഇതിനകത്ത് മുടക്കിയാൽ നിങ്ങൾക്ക് 5,000 പോരാല്ലോ, ഒരു 12,000 രൂപ ടാക്സ് അടക്കം വേണം അല്ലേ? അത്രയും മുടക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി പേപ്പർ കൊടുക്കാം. എന്തൊക്കെ പറഞ്ഞാലും മോഡൽ 2009 ഉണ്ട്, വൃത്തിയുള്ള വണ്ടി. കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇനി മൈക്ര ആണെങ്കിലോ? മൈക്ര കേരള വണ്ടിയാണ്, XV ആണ് വരുന്നത്. XV അതായത് മോഡൽ ഏതാ? 2012 ബട്ടൺ സ്റ്റാർട്ട് വരുന്ന XV ഡീസലാണ് കേട്ടോ. ഡീസലാകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫേം ആയിട്ടും 25 കിലോമീറ്റർ മൈലേജ് കിട്ടും, 100%. കീലസെൻട്രിയും ബട്ടൺ സ്റ്റാർട്ടും വരുന്നുണ്ട്. അന്നത്തെ എന്താ പറയുക, ഫ്യൂച്ചറിസ്റ്റിക് വണ്ടിയാണ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ്, മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ബോണ്ട് മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. കാര്യമായ കുഴപ്പങ്ങളൊന്നും വേറെ കാണുന്നില്ല. ഇന്റീരിയർ നീറ്റാണ് കേട്ടോ. 4 ഡോർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ബേസിക്കലി വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വരും. അലോയ് വീൽസ് അടക്കം ഉണ്ടല്ലേ? അതെ. ഇത് നമുക്ക് എന്താ ഓട്ടോ എത്രയാന്ന് പറഞ്ഞല്ലോ? ഓട്ടോ 1.30 ഓടിയിട്ടുണ്ട്. 1.30 അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഓടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ ആയതുകൊണ്ട് മൈലേജും ഉണ്ടല്ലോ. എന്താ പ്രൈസ് വരുന്നത്?
1,29,000 ചോദിക്കണത് മാക്സിമം കുറച്ച് കൊടുക്കട്ടോ, ഒരു 15,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. 1,29,000 സോറി 2,29,000 സോറി. ഞാൻ അതാണ് കേട്ടോ ഒന്ന് ഞെട്ടിപ്പോയി. ഞാൻ 1,29,000 ഞാൻ തന്നെ ഇപ്പോൾ എടുത്തുകൊണ്ട് പോകും. 2,29,000 രൂപയിൽ 15 രൂപ ഡിസ്കൗണ്ട് ചെയ്യും. ഏകദേശം 2,14,000 രൂപ റേഞ്ചിൽ അല്ലേ? അതിൽ കുറയാനുണ്ടോ? ചെയ്ത് കൊടുക്കാം, കസ്റ്റമർ വന്നോട്ടെ അല്ലേ? ഓക്കെ. എന്തായാലും ഏകദേശം നിങ്ങൾക്ക് കേട്ടോ ലോൺ ചെയ്യാം. 2 ലക്ഷം രൂപ കിട്ടൂലേ? തീർച്ചയായും ഫുൾ ലോണിൽ മാക്സിമം ഇക്ക തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അല്ലേ? ഓക്കെ. എന്തായാലും പെരുന്നാളൊക്കെയാണ് നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ കൊടുക്കണം കേട്ടോ. ഫുൾ ലോണിൽ ഏകദേശം 2 ലക്ഷം രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം. ശരിക്കും 2010 ഒരു സ്വിഫ്റ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയായാലും ഒരു 2 ലക്ഷം രൂപേൻ്റെ അകത്ത് ഒരു 1,90,000 എന്തായാലും കൊടുക്കണം അല്ലേ? ആ സെയിം എഞ്ചിൻ വരുന്ന അതിനേക്കാൾ ബോഡി ക്വാളിറ്റി വരുന്ന ഇൻഡിക്ക വിസ്റ്റയാണ് കോട്രാജെറ്റ് വണ്ടി 10 മോഡൽ. ഇത് ഏതാ, എത്ര ഓടിയിട്ടുണ്ട്? ഇത് അറൗണ്ട് 1 ലാക്ക് ഓടിയിട്ടുണ്ട്. 1 ലാക്കിന് പുറത്ത് എന്തായാലും ഓടി ഉണ്ടാവും. കാരണം ഹിസ്റ്ററി ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വണ്ടീൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. നല്ല സീറ്റ് കവർ ഉണ്ട്, ടയർ ഭാഗങ്ങൾ വളരെ കുറവാണ്. പിന്നെ റീപ്ലേസ്മെൻറ്റ് ഉണ്ട് കേട്ടോ. റീപ്ലേസ് ഒന്നും കാണിക്കില്ല. അതായത് മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല, മെയിൻ ഗ്ലാസ് ബോണറ്റ് ഒന്നും മാറിയിട്ടില്ല കേട്ടോ. ക്ലീൻ വണ്ടിയാണ്, അത്യാവശ്യം നല്ല നീറ്റാണ്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 1 ലക്ഷം. 1 ലക്ഷം രൂപ മതി. കുറച്ച് കൊടുക്കാം കേട്ടോ. 1 ലക്ഷത്തിലും കുറയും. കുറയും. ലോൺ കയറുമോ 10? 10 ലോണ് സാധ്യതയില്ല. ചിലപ്പോൾ ഈ സേട്ടുമാരൊക്കെ കൊടുക്കും. സേട്ടുവിനെ ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല, ഞാൻ ഇഷ്ടംപോലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് വണ്ടി എടുക്കണം, നിങ്ങളുടെ ബഡ്ജറ്റിൽ ഇതേ ഒതുങ്ങുള്ളൂ. ഒരു 10-30,000 രൂപേൻ്റെ കുറവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഒരു കാരണവശാലും എടുക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. എന്തായാലും 1 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. പരമാവധി ചെയ്തു തരാൻ പറ്റുന്ന പോലെ ചെയ്തു തരും അല്ലേ? 50,000 രൂപയ്ക്ക് ഉള്ളിൽ 4 ആൾക്ക് പോകാൻ പറ്റുന്ന എ സിയും പവർ സ്റ്റിയറിംഗും ഉള്ള, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല, എ സി ഉണ്ടാവും അല്ലേ? എ സി ഉള്ള ഒരു വണ്ടി വേണമെങ്കിൽ 50,000 രൂപയ്ക്ക് നാനോ കിട്ടും. ഇതേതാ മോഡൽ? 2011 മോഡൽ. 11 നാനോ ആണ് കേട്ടോ. എത്ര ഓടിയിട്ടുണ്ട്? 27 ഓടിയുള്ളൂ കേട്ടോ. അതൊക്കെ ജെനുവിൻ ആണോ? കിലോമീറ്റർ. അതെങ്ങനെ നമുക്ക് ഹിസ്റ്ററി ഒന്നും കിട്ടാത്തതുകൊണ്ട് പറയാൻ പറ്റുമോ? എടുത്തു വേണമെങ്കിൽ കൊടുക്കും. ജെനുവിൻ കിലോമീറ്റർ ആണല്ലേ? ഓക്കെ. വെറും 27,000 കിലോമീറ്റർ ഓടിയ 2011 മോഡൽ നാനോ. കിലോമീറ്റർ ഞാൻ എന്തായാലും ഗ്യാരണ്ടി പറയില്ല, നിങ്ങളിവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഹിസ്റ്ററി കിട്ടുമെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക. മെയിൻ ഗ്ലാസ് പോലും മാറാത്ത വണ്ടിയാണ് ഇത്. ഓട്ടം നമ്മൾ പറഞ്ഞു, ഒരു റീപ്ലേസ്മെന്റും ഇല്ലല്ലോ അല്ലേ? എല്ലാം നല്ല നീറ്റ് വണ്ടി. ഓക്കെ. നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 48,000. 48,000. അതായത് നിങ്ങളൊരു പാഷൻ പ്രോ എടുക്കണമെങ്കിൽ പോലും ആ പൈസ കൊടുക്കണം അല്ലേ? വെറും 48,000 രൂപയ്ക്ക് 5 ആൾക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന ലോ കിലോമീറ്റർ വണ്ടി കോൺടാക്ട് ചെയ്തോളൂ. ഈ വാഗണർ ആണെങ്കിലോ? വാഗണർ 2015 മോഡൽ VXI വണ്ടിയാണ്. 15 VXI. ഓക്കെ. ഞാൻ സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച 12-നും 10-നും ഇതിനേക്കാൾ വൃത്തിയുണ്ട് അല്ലേ? ശരിയല്ലേ? 15 വണ്ടി. പിന്നെ എത്ര ഓടിയുണ്ട്? ഇത് കിലോമീറ്റർ വരുന്നത് 75,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ് വരുന്നത്. കറക്റ്റ് സർവീസ് ഉണ്ട്. ഫ്രണ്ട് ബോണറ്റ് മാറിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു വർക്ക് എടുത്ത വണ്ടിയാണ് അല്ലേ? ഓക്കെ. അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ സ്ട്രക്ചറലി ഒരു പ്രശ്നമില്ലല്ലോ? ഇല്ല. വണ്ടി നീറ്റ് അല്ലേ? പണി എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഹിസ്റ്ററി ഒക്കെ കിട്ടുമോ? ഷോറൂമിൽ നിന്ന് തന്നെ എടുത്തത്. അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ മോഡൽ കൂടിയ വില കുറഞ്ഞൊരു VXI വണ്ടി വേണമെങ്കിൽ ഇത് നോക്കിക്കോളൂ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 2,75 വരുന്നുള്ളൂ. കുറച്ച് കൊടുക്കാം. 3,4 ഫിനാൻഷ്യൽ ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടോ. ഈ ബോണറ്റ് മാറി, ബമ്പർ മാറി, ആ ഒരു സൈഡിൽ ചിലപ്പോൾ ഹെഡ്ലൈറ്റ് ഒക്കെ എന്തായാലും മാറി ഉണ്ടാവും അല്ലേ? ഒരു വർക്ക് എടുത്തത്, ആ വർക്ക് എന്താണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഹിസ്റ്ററി കിട്ടും. 15 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് 2,75,000 രൂപ ലോണും കിട്ടും. ഫുൾ ലോണിന് മേലെ കിട്ടും. 3,500 ഒക്കെ മേലെ ചെയ്യാൻ പറ്റും. 2,78 നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആണ്. മാക്സിമം കുറച്ച് തരും കേട്ടോ. ഇത് മിസ് ചെയ്യണ്ട. ആരെങ്കിലും വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. ഇനി A-Star ആണെങ്കിലോ? A-Star വരുന്നത് ഫൈനൽ നമുക്ക് 1 ലക്ഷം രൂപ കൊടുക്കാം. മോഡൽ ഏതൊക്കെയാണ്? 2009 LXI. 9 LXI. LXI എന്ന് പറയുമ്പോൾ 2 ഡോർ വിൻഡോ വരുമോ? ഇല്ലല്ലോ. ഇല്ല, പവർ വിൻഡോ വരാത്ത. പവർ വിൻഡോ വരില്ല. ഓട്ടോ ഒക്കെ എത്രയാ? ഓട്ടോ 1,08 ഓടിയിട്ടുണ്ട്. 1,08,000 അല്ലേ? ഏകദേശം ജെനുവിൻ ആയിരിക്കും. കാരണം ഈ ഒരു മോഡൽ വണ്ടി ഒന്നും അധികം അങ്ങനെ ഓടില്ല. പിന്നെ ഫ്രണ്ടിൽ 2 പുതുപുത്തൻ ടയർ ഉണ്ട്. അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ വാഗണറിന്റെ സെയിം K സീരീസ് എഞ്ചിൻ വരുന്ന ഒരു വണ്ടി അല്ലേ? റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ കാര്യമായിട്ട്? റീപ്ലേസ് കാര്യമായിട്ട് 2009 നമ്മൾ മോഡൽ പറഞ്ഞത്. 2009. ഓക്കെ. മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല കേട്ടോ. 1 ലക്ഷം രൂപ. അതെ. കുറയാണ്ടോ ചെറുതായിട്ട്? എന്തെങ്കിലും വന്നോട്ടെ കേട്ടോ, ചെയ്ത് കൊടുക്കുക അല്ലേ? 1 ലക്ഷം രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും കേട്ടോ. ഇതിന് ഏകദേശം ഫുൾ ലോണൊക്കെ നിങ്ങൾക്ക് കിട്ടും. പ്രൈവറ്റ് ഫിനാൻസ് ആണെങ്കിലും ഫുൾ ലോൺ കിട്ടും. ഇനി ഇതാണെങ്കിലോ സെയിം വണ്ടി. 2010 മോഡൽ LXI വേരിയന്റ് കേട്ടോ. LXI AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ വിൻഡോയെ വരുള്ളൂ. ഇതും നമ്മൾ നേരത്തെ കാണിച്ച വാഗണറിന്റെ സെയിം എഞ്ചിൻ, എല്ലാം സെയിം ആണ്. ലുക്ക് വൈസ് മാത്രം ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. വിലയിലും അതിനനുസരിച്ച് കുറവുണ്ടാവും. അതെ. 1.5 ലക്ഷം ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. ഓട്ടോ എത്രയാ? ഓട്ടോ കിലോമീറ്റർ വരുന്നത് 81 ഓടിയിട്ടുണ്ട്. 81 അല്ലേ? ഓക്കെ. ഇതിന്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം. കാര്യമായ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്റീരിയർ നീറ്റാണ്. 1,50,000 1,50,000 രൂപ. 50,000 രൂപ അല്ലേ? 81,000 കിലോമീറ്റർ.
LXI വണ്ടി കെ സീരീസ് എഞ്ചിൻ 1,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതും ഏകദേശം നമുക്ക് ഒരു ഫുൾ ലോൺ ഒക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതാണെങ്കിലോ ഫോർഡ് ഫിയസ്റ്റ 2011 മോഡലാണ്. 11 ഫുൾ ഓപ്ഷൻ ആണോ ഇത്? ഓക്കെ, ഇതിന്റെ ഒരു ഹെഡ്ലൈറ്റ് എന്തായാലും മാറിയിട്ടുണ്ട്, ഒരെണ്ണം കൂടി മാറാനുണ്ട്. അതും കൂടി മാറിയാൽ വണ്ടി നല്ല വൃത്തിയാവും അല്ലേ? അത് വേണം നമുക്കൊന്ന് മാറ്റി കൊടുത്തൂടെ? അപ്പോൾ പിന്നെ എന്താ പറയുക, ഈ ഒരു വണ്ടി പുതിയതാണെന്നേ തോന്നുള്ളൂ. ഫ്രണ്ടിൽ നിന്ന് പുതിയത് മീൻസ് അത്രയും ക്വാളിറ്റി ഉണ്ടെന്നേ ഫ്രണ്ടിൽ നിന്ന് തോന്നുള്ളൂ. പിന്നെ എല്ലാവിധ ഓപ്ഷനും ഇല്ലേ? ഇത് ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ വണ്ടിയാണ്. ഏകദേശം ഒരു 20 കിലോമീറ്റർ മൈലേജും കിട്ടുന്ന നല്ലൊരു സെഡാൻ വണ്ടി. ഇന്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്, കാര്യമായ ഒരു പ്രശ്നമില്ല. നമുക്ക് എന്തൊക്കെയാ പ്രൈസ് വരുന്നത്? 98,000 വരുന്നുള്ളൂ. 98 രൂപയ്ക്ക് കൊടുക്കുക. 2011 സെഡാൻ വണ്ടി ഡീസൽ, അതിലും കുറയും. ഓക്കെ, ഇതിനും നമുക്കിപ്പോൾ സേട്ട് ആണെങ്കിലും ഫുൾ ഓണൊക്കെ കൊടുക്കൂലേ? കൊടുക്കൂല്ലേ? ചെയ്യാതിരിക്കുന്നതാണ് അത് നമ്മളെപ്പോഴും പറയുന്നതാണ്. പക്ഷേ വണ്ടി എടുക്കണം എന്ന് ആഗ്രഹത്തോടെ വന്നിട്ട് നിങ്ങൾക്ക് പൈസ തികയില്ല, അല്ലെങ്കിൽ വണ്ടി എടുക്കണം എന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അടച്ചു തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. പലിശ എന്നൊക്കെ പറയുന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത പലിശയായിരിക്കും, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ ബജാജിൻ്റെ ഒക്കെ പിന്നെ പ്രീ അപ്രൂവ്ഡ് ലോണൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. 1 രൂപ പോലും പലിശ കൊടുക്കേണ്ടി വരില്ല, അതാണ് എൻ്റെ ഒരു ഗുണം. 98,000 രൂപ ചോദിക്കുന്നുണ്ട്. 11 മോഡൽ വണ്ടി, അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വണ്ടി, മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും. കുറച്ച് കൊടുക്കട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡാറ്റ്സന്റെ റെഡി ഗോയും കൂടി കാണിച്ചു തരാം. ഇത് ഏതൊക്കെ മോഡലൊക്കെ? 2016 മോഡലാണ്. 16 ആണ്. 16 എത്ര ഓടിയുണ്ട്? ഇത് വരുന്നത് 28,000 കിലോമീറ്റർ ഓടിയുള്ളൂ കേട്ടോ. ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ ഉറപ്പാണ്. അതായത് 2 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കിടിലം വണ്ടി, അതും അത്രയും ക്വാളിറ്റി ഉള്ള കിടിലം വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. 16 മോഡലാണ്. മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല, ബോണറ്റ് മാറിയിട്ടില്ല, കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ ആണ്. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ ഭാഗങ്ങളാണെങ്കിൽ എനിക്ക് തോന്നുന്നു 20 സംതിങ് ഓടിയ ടയറാണല്ലേ? നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 195 വരുന്നുള്ളൂ. കുറച്ച് കൊടുക്കട്ടോ. 1,95,000 രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. മാക്സിമം ഈ പ്രൈസിൽ ഇനിയും കുറയും. ഫുൾ ലോണും കിട്ടും. ആരെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ, അതൊക്കെ ഏകദേശം ബാങ്ക് ലോൺ തന്നെ കിട്ടും കേട്ടോ. ഇനി ഇതാണെങ്കിലോ 7 വാഗണർ VX, അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. 2 ഡോർ വിൻഡോ വരും ഇതിൽ. 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം വൃത്തിയുണ്ട്. ഒരു പൊടി അടിച്ച് കിടക്കുന്നുള്ളൂ, ഒന്ന് കൊണ്ടേ ക്ലീൻ ചെയ്താൽ മതി. ഇത് മെയിൻ ഗ്ലാസ് ഒക്കെ മാറിയിട്ടുണ്ടോ? മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ? ബോണ്ടോ? ബോണ്ട് മാറിയിട്ടില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ 2 പുത്തൻ ടയറുണ്ട്, ബാക്കിൽ ആവറേജ് ആണ് 60% കൂട്ടിയാൽ മതി. നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ അപാകതകൾ ഒന്നുമില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ. 2007 വണ്ടി അല്ലേ? എന്താ വില വയ്ക്കുന്നത്? 99,000 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കട്ടെ. 99,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാം. 27 വരെ പേപ്പർ ഉണ്ടാവും അല്ലേ? ഓക്കെ, വാലിഡ് പേപ്പർ ഉള്ള വണ്ടിയാണ്. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ, ഇതൊന്നും മിസ് ചെയ്യരുത്. ഓൾറെഡി നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു വെള്ള കളറുള്ള 2016 ഡാറ്റ്സൺ റെഡി ഗോയും കൂടി കാണിച്ചു തരാം. ഇത് ഏതാ മോഡൽ? 16 മോഡൽ. എത്ര ഓടിയുണ്ട്? ഇത് ഓട്ടോ 65,000 ഓടിയിട്ടുണ്ട്. രണ്ടാമത്തെ ഓണർഷിപ്പാണ്. പിന്നെ റീപ്ലേസ്മെന്റോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല. അതുപോലെ തന്നെ ബോണിന്റെ കാര്യങ്ങളൊന്നും മാറിയില്ല. ബാക്കിൽ 2 പുതിയ ടയറും ഫ്രണ്ടിലൊരു 70% ഉണ്ടല്ലേ? എന്താ പ്രൈസ് വരുന്നത്? 195 ആണ് വരുന്നത്. സെയിം പ്രൈസ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരും. 1,95,000 രൂപ നെഗോഷ്യബിൾ ആണ്. മാക്സിമം കുറച്ചും തരും. ഫുൾ ലോണും കയറും. അതാണ് ഇതിന്റെയൊക്കെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. വേറെ ഒരു മേജർ സംഭവങ്ങളും ഇല്ലെന്ന് ഉറപ്പല്ലേ? അത് ഗ്യാരണ്ടി അല്ലേ? ഓക്കെ, എന്തായാലും നമ്മുടെ സാബിത്തിക്കാനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ വീഡിയോന്റെ മേൽഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ കാറ്റലോഗിന്റെ ഡീറ്റെയിൽസ് ലിങ്ക് അടക്കം താഴെ കൊടുത്തിട്ടുണ്ട്. കയറി നോക്കിക്കോളൂ, നല്ല വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ സ്പാർക്ക് 2009 മോഡൽ LS ആണ് വരുന്നത്. 9 മോഡൽ LS എന്ന് പറയുമ്പോൾ പവർ വിൻഡോസ് വരുമോ? വരൂല അല്ലേ? ഓക്കെ, AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുള്ളൂ. കുറച്ച് അടുപ്പിച്ച് കണ്ടിട്ടില്ല കേട്ടോ. ഇതൊന്നും പിന്നെ വളരെ ലോ ബഡ്ജറ്റിലുള്ളതാണ്. നിങ്ങൾ ആ കാറ്റലോഗിൽ കയറി നോക്കിക്കോളൂ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ കാണിക്കാത്തത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ 2009 വണ്ടീൻ്റെ മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല, ബോണ്ട് ഒന്നും മാറിയിട്ടില്ല അല്ലേ? അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. പെട്രോളാണ്. 2 ഡോർ ഉണ്ട് അല്ലേ? ഓക്കെ, നല്ല സീറ്റ് കവർ ഉണ്ട് കേട്ടോ. പണ്ട് വന്ന സീറ്റ് കവറാണ്, നല്ല രസമുണ്ട്. എന്താ പ്രൈസ് വരുന്നത്? ഇത് 65,000 ചോദിക്കുന്നുള്ളൂ. 65,000 രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു സ്പാർക്ക് LS വേരിയന്റിൽ 18-20 മൈലേജ് കിട്ടുന്ന പെട്രോൾ വണ്ടി. കാര്യമായ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. ഇതിനൊന്നും ലോണ് കയറില്ല, ഒരു കാരണവശാലും സൈഡ് ലോൺ പോലും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ റെഡി ക്യാഷിന് വേണമെങ്കിൽ എടുത്തോളൂ കേട്ടോ. പറഞ്ഞ പോലെ AC പവർ സ്റ്റിയറിംഗ് ഉള്ള, മഴ കൊള്ളാണ്ട് വെയിൽ കൊള്ളാണ്ട് AC ഇട്ട് 5 പേർക്ക് പോവാം. അതാണ് ഏറ്റവും വലിയ ഗുണം. ഇനി അൾട്ടോ ആണെങ്കിലോ? അൾട്ടോ 2008 മോഡൽ പുതിയ പേപ്പർ എടുത്ത വണ്ടി കേട്ടോ. 99,000 ഉള്ളൂ കേട്ടോ. 8 മോഡൽ പുതിയ പേപ്പർ. അപ്പോൾ എന്തായാലും 28 വരെ ഉണ്ടാവും അല്ലേ? പിന്നെ വേറൊരു കാര്യം പറഞ്ഞു തരാം. 2008 വണ്ടീൻ്റെ മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല കേട്ടോ. ബോണറ്റും മാറിയിട്ടില്ല അല്ലേ? ഓക്കെ, നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി കാണാൻ. ഇന്റീരിയർ സീറ്റ് കവർ ഒന്ന് ചെയ്താൽ മതി. വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. 99,000 രൂപ നെഗോഷ്യബിൾ. കുറയൂലേ? കുറയും. ഓക്കെ, ഇതിനൊക്കെ ലോൺ കിട്ടുമോ?
ലോൺ നോക്കിയിട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. മാക്സിമം ലോൺ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചു തരും. പിന്നെ വേറെ ഒരു അപാകതയില്ലല്ലോ? നല്ല വണ്ടി കേട്ടോ. കാര്യമായ വേറെ സ്ട്രക്ചറൽ ഡാമേജ് ഒന്നും വരില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, മെയിൻ ക്ലാസ് പോലും മാറിയില്ല, അപ്പോൾ ഇടി വന്നിട്ടില്ല എന്നാണ് അർത്ഥം. പിന്നെ എന്ത് ഡാമേജ് വരാൻ? അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. 99,000 രൂപ നെഗോഷ്യബിൾ ആണ്, മാക്സിമം കുറച്ച് തരും. ഇയോൺ ആണെങ്കിലോ? ഇയോൺ 2016 മോഡല് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. 16 സിംഗിൾ ഓണർ. എത്ര ഓടി? 85,000 കിലോമീറ്റർ ഓടി. 85,000. 55. ഓക്കെ, 55,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് മാഗ്ന പ്ലസ് ആണോ? ഇത് ഇറ പ്ലസ് ആണ്. ഇറ പ്ലസ് ആണ്, പക്ഷേ 4 ടയർ പുതുപുത്തൻ ടയർ ഉണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ല കേട്ടോ. റീപ്ലേസ് ഇല്ല. സീറ്റ് കവർ അടിക്കാൻ നമ്മൾ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അതിന് വേറൊരു കാര്യം കേട്ടോ. ഡ്രൈവർ സീറ്റ് മാത്രമേ പ്രശ്നമുള്ളൂ, അത് നിങ്ങൾക്ക് മാറ്റി ഫുൾ സീറ്റ് കവർ മാറ്റി തരും. റീപ്ലേസും ഇല്ലല്ലോ? ഇല്ല. പിന്നെ പ്രൈസ് എത്രയാ? 1,99,000 കുറച്ച് കൊടുക്കും. 1,99,000 രൂപ, ഏകദേശം 2 ലക്ഷം രൂപ. അതിലും നെഗോഷ്യബിൾ ആണല്ലേ? ഓക്കെ, ഫുൾ ലോണും കിട്ടും. 1 രൂപ പോലും കയ്യിൽ നിന്ന് കൊടുക്കണ്ട. പിന്നെ 16 മോഡലും കൂടി ഉണ്ടെന്ന് നോക്കണം. നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ കൊടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. 2 ലക്ഷം രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു 7 സീറ്റർ ഡീസൽ വണ്ടി അല്ലേ? സൈലോ ആണ്. സൈലോ ഏതാ മോഡല്? E4 ആണ് വരുന്നത്. E4 മോഡൽ ഏതാ? ഇയർ ഏതാ? 2010 മോഡൽ കേട്ടോ. 10 ആണ്. 2010 മോഡല് സൈലോ ആണ് കേട്ടോ. അതായത് മെയിൻ ഗ്ലാസ് പോലും മാറാത്ത നല്ല ക്ലീൻ വണ്ടിയാണ്. ആക്സിഡന്റ് കാര്യമായ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വേറെ ഉണ്ടോ? ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 4 ടയറും ഏകദേശം ഒരു 60% ഉണ്ട്. സീറ്റ് കവറും നല്ല വൃത്തിയുണ്ട് അല്ലേ? പിന്നെ മെയിനായിട്ട് പറയേണ്ടത് അത്രയും വലിയൊരു വണ്ടിയാണ്. E4 ആകുമ്പോൾ 4 ഡോർ വിൻഡോയും AC-യും പവർ സ്റ്റിയറിംഗും സാധനങ്ങളൊക്കെ ബേസിക് എല്ലാം വരും. എന്താണ് എഞ്ചിൻ്റെ കണ്ടീഷൻ? നല്ല എഞ്ചിനാണ് അല്ലേ? പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മഹീന്ദ്രയാണ്, അത്ര വലിയ കുഴപ്പങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ഓട്ടോ എത്രയൊക്കെ? ഓട്ടോ 160. ജെനുവിൻ ആണെന്ന് ഞാൻ പറയുന്നില്ല, ഹിസ്റ്ററി കിട്ടൂല, അതുകൊണ്ട് തന്നെ ചെക്ക് ചെയ്തിട്ട് എടുക്കുക അല്ലേ? മെയിനായിട്ട് ഇതിന് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ടർബോയും ഇഞ്ചക്ടറുമാണ്. അത് ചെക്ക് ചെയ്താൽ തന്നെ വണ്ടീൻ്റെ ഒരു അവസ്ഥ നമുക്ക് അറിയാൻ പറ്റും. വിലയാണ് കേൾക്കേണ്ടത്. വില 1,85 ചോദിക്കുന്നുള്ളൂ, കുറച്ച് കൊടുക്കുന്നുണ്ട്. കുറയൂ അല്ലേ? 1,85,000 രൂപയ്ക്ക് 2010 മോഡല് പിന്നെ 7 സീറ്റർ വണ്ടി. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു ലോ ബഡ്ജറ്റ് വണ്ടിയും കൂടി കാണിച്ചു തരാം. ഇതേതാ മോഡൽ? സ്വിഫ്റ്റ് 2009 സ്വിഫ്റ്റ് ആണ്. 9 ആണ്. 2009 എത്ര ഓടി ഉണ്ട്? 2009 കിലോമീറ്റർ അറൗണ്ട് 1 ലാക്ക് ഓടിയിട്ടുണ്ട്. 1 ലാക്കിന് പുറത്ത് ഓടിയിട്ടുണ്ടാവും. കാരണം എന്തായാലും VDI ആണ്, ഡീസൽ വണ്ടിയാണ്, മൈലേജ് കിട്ടും. അതുകൊണ്ട് തന്നെ കിലോമീറ്റർ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അത് പിന്നെ കണ്ടീഷൻ നോക്കിയിട്ട് മാത്രം എടുക്കുക. ഇതിനും മേജറായിട്ട് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടർബോയും ഇഞ്ചക്ടറുമാണ്. വേറെ ഒന്നും കാര്യമായിട്ട് വരാനില്ല. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇന്റീരിയർ മോശമൊന്നുമില്ല കേട്ടോ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2009 വണ്ടി ഇപ്പോൾ 24 പേപ്പർ വരും അല്ലേ? പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ് അല്ലേ? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്. ബോണ്ട് മാറിയില്ലാന്ന് തോന്നുന്നു. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഫ്രണ്ടിലെ 2 ടയർ 99.9% പുതിയ ടയർ. ബാക്കിലൊരു 70 കൂട്ടിയായി അല്ലേ? പ്രൈസ് എത്രയായിരുന്നു പറഞ്ഞത്? 1,99,000. 1,99,000 രൂപ നെഗോഷ്യബിൾ ആണ്. മാക്സിമം ലോണും കയറ്റാം. ഓക്കെ, ഒരു 1.5 ഒക്കെ സുഖമായിട്ട് കയറണം. എന്തായാലും നോക്കിക്കോളൂ. സ്വിഫ്റ്റ് നോക്കുന്നവർ മിസ് ചെയ്യണ്ട. 3 ലക്ഷം രൂപയ്ക്ക് ഉള്ളിലുള്ള വണ്ടികൾ മാത്രമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെയുള്ള 2-3 സ്വിഫ്റ്റ് ഞാൻ കാണിക്കാത്തത്. അതായത് 2017 VXIക്ക് ഏകദേശം 4 ലക്ഷം രൂപയ്ക്ക് കിട്ടും അല്ലേ? ആ ഒരു ബഡ്ജറ്റിൽ കുറച്ചധികം വണ്ടികളുണ്ട്. 17 VXI ഒക്കെ ആണ് കേട്ടോ. അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡീറ്റെയിൽ പറഞ്ഞ് ഞാൻ റീൽ ഇട്ടിട്ടുണ്ട്. റീലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, കയറി കണ്ടാൽ മതി. ഇനി ലോ ബഡ്ജറ്റ് വണ്ടി ഇതേതാ മോഡൽ? 10 ഡിസയർ ആട്ടോ. 10 ഡിസയർ VDI ആണ്. അത്യാവശ്യം മൈലേജ് കിട്ടും. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1,00,000 മുകളിൽ ഓടിയിട്ടുണ്ട്. 1,25 ഓടിയിട്ടുണ്ട്. 1,25 റേഞ്ചിലൊക്കെ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തോളൂ. ഹിസ്റ്ററിയും കാര്യങ്ങളും കിട്ടിക്കോണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഴയ വണ്ടിയാണ്. ഇന്റീരിയർ മോശമൊന്നുമില്ല കേട്ടോ. ടയർ ഭാഗങ്ങൾ കുറവാണ്. ആ ഒരു റേഞ്ചിൽ കൊടുത്തൂടെ നമുക്ക്? 10 VDI ഡിസയർ. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എന്താ പ്രൈസ്? ഇത് വരുന്നത് 2,25,000 ആണ്. 2,25,000 കുറച്ച് കൊടുക്കാം. നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും. പിന്നെ 10 വണ്ടി ആയതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ലോണും കയറും. 2,25,000 രൂപയ്ക്ക് ഉള്ളിൽ ഒരു 2010 ഡിസയർ വൃത്തിയുള്ള വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെയാണ്. ലോ ബഡ്ജറ്റ് ആണ്. മോഡൽ ഏതൊക്കെ? 2008-9 ആണ്. VDI ആണ് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, നല്ല ക്ലീൻ ഇന്റീരിയർ. എനിക്ക് തോന്നുന്ന കമ്പനി സീറ്റ് ആണല്ലേ? സിംഗിൾ ഓണർ. ഇത്രയും വൃത്തിയുള്ള ഈ ഒരു മോഡൽ വണ്ടി ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല. 4 ടയറും ഏകദേശം ഒരു 70% ഉണ്ട്. ഇന്റീരിയർ വേറെ കാര്യമായ അപാകതകളില്ല. എക്സ്റ്റീരിയറും പ്രശ്നങ്ങളൊന്നും പറയാനില്ല. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇത് ഓട്ടം 1 മേലെ എന്തായാലും ഓടി ഉണ്ടാവും അല്ലേ? ഹിസ്റ്ററി ഉണ്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. നമ്പർ ഞാൻ കാണിക്കുന്നുണ്ട്. KL11AS 7286 ആണ്. പ്രൈസാണ് കേൾക്കേണ്ടത്. 1,95 ചോദിക്കുന്നുള്ളൂ. 1,95,000 രൂപയ്ക്ക് ഡീസൽ വണ്ടി 2008-9 പേപ്പർ എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? എടുത്താണ്. 5 വർഷത്തെ പേപ്പർ ഉണ്ട്. കാരണം 9 രജിസ്ട്രേഷൻ ഫസ്റ്റിലേക്ക് വരുന്നതായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റിൽ തന്നെ പേപ്പർ എടുത്തിട്ടുണ്ട്. കൃത്യം 5 വർഷത്തെ പേപ്പർ നിങ്ങൾക്ക് ഇനി ബാക്കി ഉണ്ട് അല്ലേ?
കറക്റ്റായിട്ട് നമുക്ക് ഒന്നുകൂടി നെഗോഷ്യബിൾ ആയി കൊടുത്തൂടെ? ഓ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 2008-9 വണ്ടി 1,90,000 എത്ര 95 ചോദിച്ചു. 1,95 അല്ലേ? ഓക്കെ, നെഗോഷ്യബിളും ആക്കി തരും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കാർ കാർഡിലെ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു സ്വിഫ്റ്റും കൂടി കാണിച്ചു തരാം. ഇതും ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. ഇത് ഏതൊക്കെ മോഡൽ? ഇത് 2009 മോഡലാണ്. 9 ഓക്കെ, 2009 വണ്ടിയാണ്. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചും കൂടി ഇന്റീരിയർ കിടുവാണ്, പക്ഷെ ബോഡി ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട് അല്ലേ? ബോഡി പോളിഷ് ചെയ്യാനുണ്ട്, ബമ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. ബമ്പർ ഒന്ന് മാറാനുണ്ട്. KL12 വയനാട് വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങൾ ഫ്രണ്ട് 2 പുതിയത്, ബാക്കിൽ ആവറേജ് ആണ്. ഇന്റീരിയർ ശരിക്കും നിങ്ങൾ കാണണം, നല്ല അടിപൊളി സീറ്റ് കവർ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സാധനം, പൈസ മുടക്കി ചെയ്തതാണ്. ഇത് LDI ആണോ? LDI ആണ്. 2 പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കമ്പനി വരുന്നതല്ല. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഓക്കെ, കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എന്താ പ്രൈസ് വരുന്നത്? പ്രൈസ് 1,60 ചോദിക്കുന്നുള്ളൂ കേട്ടോ. 1,60 അല്ലേ? ഓക്കെ, നമ്മൾ മറ്റേ വണ്ടി 1,95 പറഞ്ഞത്, പക്ഷെ അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ബോഡി വൈസ്. ഇത് ബോഡി ലേശം ഒന്ന് പെയിന്റ് ഒക്കെ ഒന്ന് എന്താ പറയുക, ഫെയ്ഡ് ആയിട്ടുണ്ട്, ഒരു മാറ്റ് ഫിനിഷ് പോലെ ആയിട്ടുണ്ട്. ബമ്പറൊക്കെ ഒന്ന് ചെയ്ത് ബമ്പർ ചെയ്യണം. ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് മാറിയാൽ നല്ല വൃത്തിയാവും. ഏകദേശം ഒരു 20,000 രൂപ മുടക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല മുത്ത് പോലാക്കി എടുക്കാം. നല്ല വൃത്തിയാക്കി, എന്നാലും ലാഭമാണ് അല്ലേ? ഈ 1,60 നെഗോഷ്യബിൾ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു പൈസ ഒന്നും വരില്ല കേട്ടോ. ഏകദേശം ഒരു നല്ല ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും. 1,60,000 രൂപ ആസ്കിംഗ് പ്രൈസാണ്, നെഗോഷ്യബിൾ ആണ്. കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, മേലെയുണ്ട്. നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടിയിൽ ഈ ഒരു വണ്ടി എനിക്ക് എന്തായാലും കാണിക്കണം തോന്നി. കാരണം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒറ്റ ഓട്ടോമാറ്റിക് വണ്ടി പോലും കാണിച്ചിട്ടില്ല. ഒരു ഓട്ടോമാറ്റിക് CVT Brio കാണിച്ചു തരാം. കമ്പാരിറ്റീവ്ലി നല്ല വില കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഹലോ വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാ മോഡൽ? 2013 മോഡലാണ് വരുന്നത്. 13 2013 CVT ഓട്ടോമാറ്റിക് അല്ലേ? ഇത് എത്ര ഓടി ഉണ്ട്? ഇത് കിലോമീറ്റർ 95,000 ഓടിയിട്ടുണ്ട്. 95 ഓടിയിട്ടുണ്ട്. ഓക്കെ, ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല. അലോയിൽ സെപ്പറേറ്റ് ചെയ്താണ്. പിന്നെ ഈ ഒരു വണ്ടിക്ക് മാത്രം നമ്മളിപ്പോൾ പറഞ്ഞത്, ഇത്രയും നേരം പറഞ്ഞതിൽ വെച്ച് കുറച്ച് വില കൂടുതലുള്ളൂ. പക്ഷേ ഇത് കാണിക്കാതെ പോകാൻ എനിക്ക് തോന്നുന്നില്ല, കാരണം അത്രയും ബഡ്ജറ്റ് റേറ്റിലുള്ള ഒരു വണ്ടിയും കൂടിയാണ്. ഇതെനിക്ക് തോന്നുന്നു എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഓടിച്ച വണ്ടിയാണെന്ന് തോന്നുന്നു അല്ലേ? ഓണർഷിപ്പൊക്കെ? ഓണർഷിപ്പ് വരുന്നത് 4th ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലോണൊക്കെ കയറ്റി കൊടുത്തു. ലോൺ ചെയ്ത്. ഓക്കെ, 13 മോഡൽ 95,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല, ക്ലീൻ വണ്ടി, ഓട്ടോമാറ്റിക്. ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട്. മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല, ബോണറ്റോ ഒന്നും പണിയെടുത്തില്ല, നല്ല വൃത്തി. സ്ത്രീകൾക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സാധനമാണ്. അതും ബഡ്ജറ്റ് പ്രൈസിൽ. ഒരു 15ന്റെ അടുത്തൊക്കെ മൈലേജും കിട്ടൂല? ഏകദേശം അത്ര കിട്ടും. എന്താ വില വരുന്നത്? 3.5 ചോദിക്കുന്നുള്ളൂ കേട്ടോ. 3.5 ലക്ഷം രൂപ. ഓക്കെ, 3,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാം. കമ്പാരിറ്റീവ്ലി വില കുറവ് തന്നെയാണ്. പിന്നെ CVT ഓട്ടോമാറ്റിക്കും കൂടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഇത്രയും സമയം കാണിച്ച ഏതെങ്കിലും വണ്ടികളുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇക്കാനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ വീഡിയോൻ്റെ മേലെ എഴുതിയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പെരുന്നാളിൻ്റെ ഉള്ളിൽ വന്നോളൂ, എടുത്തോളൂ അല്ലേ? മാക്സിമം നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സാധാരണ കൊടുക്കുന്നതിൽ ഡിസ്കൗണ്ട് ചെയ്യാം, എന്തായാലും ചെയ്യും അല്ലേ? ഓക്കെ, ഇത് നമുക്ക് എന്തായാലും ഒരു നല്ല ലോൺ കയറില്ലേ? ലോൺ ഫുൾ തന്നെ ചെയ്യാം. ഫുൾ ലോൺ തന്നെ ചെയ്യാം. ഫുൾ ലോണിൽ ഈ ബ്രിയോയും എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തോളൂ. നല്ല ലോ ബഡ്ജറ്റ് വണ്ടി നോക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ഉപകാരമായി കിട്ടും. അപ്പോൾ എന്തായാലും അടുത്ത ഒരു എപ്പിസോഡ് വീണ്ടും വരുന്നുണ്ട്. കുറേയധികം റീൽസ് സെപ്പറേറ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും വരുന്നുണ്ട്, കയറി കാണാൻ മറക്കണ്ട. എന്തായാലും അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ.